ഇപ്പോൾ സി കെ ജാനു ഉള്ള ഒരു നിയമസഭയിൽ ആദിവാസി വിരുദ്ധമായ ഒരു ബില്ല് വന്നാൽ ഞാൻ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും സി കെ ജാനു ഉറപ്പായിട്ടും അതിനെതിരെ സഭയ്ക്കകത്ത് ശബ്ദം ഉയർത്തുന്നു. അതൊരു വലിയ ചരിത്ര സംഭവമാണെന്നേ. ഈ ബന്ധുവിനോട് 2800 രൂപ വാങ്ങിയാണ് ഈ ആംബുലൻസിൻ്റെ കടം പോലീസ് വീട്ടുന്നത്. എന്നിട്ട് 30,000 രൂപ ഉണ്ടാക്കിക്കൊണ്ട് വരണം, ബോഡി അങ്ങോട്ട് കൊണ്ടുള്ള ഏർപ്പാടുകൾ ചെയ്യാമെന്ന് പറയുകയാണ്. ഇതെന്തൊരു നാടായത്? പിണറായി വിജയൻ കൊള്ള നടത്തിയെന്നൊന്നും അഭിപ്രായം എനിക്കില്ല. കൊള്ള നടത്തിയെന്ന് ഞാൻ എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രി കൊള്ളക്കാരനാണെന്ന് വിചാരിക്കുന്ന ആളല്ല ഞാൻ. അതർവ്യൂവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി ശ്രീ സണ്ണി എം കവിക്കാടാണ്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരാളല്ല. എഴുത്തുകാരൻ, ചിന്തകൻ, പ്രഭാഷകൻ എന്ന നിലയിലൊക്കെ കേരളം മുഴുവൻ വ്യാപകമായി അറിയപ്പെടുന്ന ഒരാളാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടെങ്കിലുമായി അതിലേറെയായി സാമൂഹിക രാഷ്ട്രീയ രംഗത്ത്, സവിശേഷമായി ദലിത് ആദിവാസി മേഖലയിലൊക്കെ പ്രക്ഷോഭണങ്ങളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ സജീവമായി ഇടപെടുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹമാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും സവിശേഷമായ ദേശീയ രാഷ്ട്രീയ പരിസരങ്ങളെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഗതം ശ്രീ സണ്ണി എം കവിക്കാട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു 4 പതിറ്റാണ്ടിലെങ്കിലും അധികമായി കേരളത്തിൽ വളരെ സജീവമായി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തൊക്കെ ഇടപെടുന്ന ഒരാളാണ്. പലതരം സമരങ്ങളിലും പ്രക്ഷോഭണങ്ങളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ ഇടപെടുകയും കേരളത്തിൻ്റെ അതുപോലെ തന്നെ ഇന്ത്യയുടെയുമൊക്കെ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളെയൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളാണ്. ആ നിലയിൽ ഇന്നത്തെ കേരളത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നാണ് എനിക്ക് പ്രധാനമായും ചോദിക്കാനുള്ളത്. അങ്ങനെ ചോദിക്കാനുള്ള ഒരു കാരണം, ഒരു 10 വർഷം മുമ്പുള്ള ഒരു കേരളമല്ല ഇന്നത്തെ ഒരു കേരളം. പ്രത്യേകിച്ച് വിദ്വേഷ പ്രചാരണങ്ങൾ, ഒരു പക്ഷേ ഉത്തരേന്ത്യയിലൊക്കെ പലതരത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങളും ആൾക്കൂട്ടക്കൊലകളും ഇതെല്ലാം നടന്നപ്പോഴും കേരളം അതിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രദേശമാണെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അത് കേരളത്തിൻ്റെ സവിശേഷമായ ഈ നവോത്ഥാനം എന്നൊക്കെ പറയുന്ന ജാതിവിരുദ്ധ സമരങ്ങൾ, അതുപോലെ തന്നെ വ്യത്യസ്ത സമുദായങ്ങളിൽ നടന്ന പരിഷ്കരണ നവോത്ഥാന ശ്രമങ്ങൾ, ഇതിൻ്റെയൊക്കെ ഫലമായിട്ടുള്ളൊരു കേരളമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. പലതരം പ്രശ്നങ്ങളുള്ളപ്പോഴും ഈ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊരു മാറ്റം വരുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നം, പലതരത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്ന് മാത്രമല്ല, വിദ്വേഷ പ്രചാരണങ്ങൾക്ക് വേണ്ടിയുള്ള മെറ്റീരിയൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയായി കേരളം മാറിയിരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ആദ്യമായി. കേരളത്തിൻ്റെ ഈ പുതിയ ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഈ കീഴ്ത്തട്ട് വിഭാഗങ്ങൾ എന്ന് വിളിക്കാവുന്ന സെക്ഷനിൽ നിന്ന് ഉയർന്നു വന്ന ബുദ്ധിജീവികളും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരുമൊക്കെ സൂചനകൾ നൽകിയിട്ടുണ്ട്. ഈ കേരളം ആ ഒരു ഹിന്ദുത്വ ഫോൾഡിലേക്ക് എത്തിച്ചേരാനുള്ള എല്ലാ സാധ്യതയും നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 1997 തോന്നുന്നു ഹിന്ദുത്വ ഫാസിസത്തിൻ്റെ വിപുൽ സൂചനകൾ എന്ന ഒരു പുസ്തകം തന്നെ ഞാൻ എഡിറ്ററായിട്ട് ഇറക്കുന്നുണ്ട്. അതിനകത്ത് ഗെയിലോംവത്ത്, കാഞ്ചിളയ, സക്കറിയ, കെ വേണു തുടങ്ങിയ പ്രമുഖരാണ് കുറേ ആൾക്കാരെ ട്രാൻസ്ലേറ്റ് ചെയ്തും നമ്മൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന് കേരളത്തിലെ പൊതുബുദ്ധിജീവികൾ അവഗണിച്ച ഒരു കാര്യത്തിലാണ് അന്ന് എന്നെപ്പോലുള്ളവർ, കെ കൊച്ചനെപ്പോലുള്ളവർ ഇടപെട്ടത്. കേരളത്തിലൊരു ഹിന്ദുത്വം ശക്തിപ്പെട്ടു വരുന്നുവെന്ന ബോധ്യത്തിലാണ് അതിൻ്റെ ഒരു ഐഡിയോളജിക്കൽ പ്രതിരോധം എന്ന നിലക്കാണ് ആ ചെറു പുസ്തകം ഞങ്ങൾ പുറത്തിറക്കുന്നത്. അപ്പോൾ ഞാൻ പറയും, ഇതൊരു പുതിയ കാര്യമാണെന്ന് മുഖ്യധാരാ ബുദ്ധിജീവികൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ എന്നെപ്പോലെ സമൂഹത്തിൻ്റെ ഓരങ്ങളിൽ പ്രവർത്തിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതീക്ഷിതമായൊരു കാര്യമാണ്. അതിൻ്റെ ജാഗ്രതപ്പെടുത്തലുകൾ പല സമരങ്ങളിലൂടെയും ആശയപ്രചരണങ്ങളിലൂടെയും നടന്നിട്ടുമുണ്ട്. അതൊന്നും കാര്യമായി എടുത്തില്ല എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നൊരു കാര്യം, ഈ നവോത്ഥാനമെന്ന് വിളിക്കപ്പെടുന്ന ആധുനികവൽക്കരണ പ്രക്രിയയെ പരിപൂർണമായും ഏതാണ്ട് ദുർബലപ്പെടുത്തി കണ്ടെയ്ൻ ചെയ്യുന്ന വിധം ഹിന്ദുത്വം ഒരാഖ്യാനം കേരളത്തിൽ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. ഈ ആഖ്യാനത്തിലേക്കാണ് ഈ വിഭാഗങ്ങളെ അവർ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു BJP കാര്യമായി മാത്രം കാണുന്നതിനപ്പുറം
നമ്മുടെ സമൂഹത്തിൽ അടിസ്ഥാനപരമായി സംഭവിക്കുന്ന ഒരു ഒരു മൂല്യ പരിവർത്തനമായി നമ്മളിതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുള്ള അടിത്തറ കേരളത്തിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യം രൂപപ്പെടുത്താൻ. തീർച്ചയായിട്ടും. അതായത് അടിത്തറ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നടന്ന ആധുനികവൽക്കരണത്തെ തെറ്റായി മനസ്സിലാക്കുകയും കേരളത്തിലെ എല്ലാ സമൂഹങ്ങളും പരിഷ്കരിച്ച് ആധുനികവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു മിഥ്യാധാരണ കേരളത്തിലുണ്ടാക്കുകയും കേരളത്തിലെ നവോത്ഥാന പാരമ്പര്യത്തിന് ജാതി ശ്രേണിയിലെ അതേ ലിസ്റ്റ് പോലെ തന്നെ വി.ടി. ഭട്ടതിരിപ്പാട് മുതൽ അയ്യങ്കാളി വരെയുള്ള ഒരു ലിസ്റ്റ്, നീണ്ട ലിസ്റ്റ് പറയുകയും ഒക്കെ ചെയ്യുന്ന വിധം അതീവ ലളിതമായാണ് ഇവിടെ നടന്ന പ്രക്രിയയെ മനസ്സിലാക്കിയത്. ഇവിടെ നടന്ന നവോത്ഥാന പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമൂഹ ബന്ധങ്ങൾ പുനരാവിഷ്കരിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള മൗലികമായ സാമൂഹിക ഭാവന ഉൽപ്പാദിപ്പിച്ചത് ഈ ജാതി വ്യവസ്ഥയിലെ കീഴ്ത്തട്ട് സമൂഹങ്ങളെന്ന് വിളിക്കുന്നവരിൽ നിന്ന് ഉയർന്നു വന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ്. ശ്രീനാരായണ ഗുരുവോ അയ്യൻകാളിയോ പൊയ്യേലപ്പച്ചനോ സഹോദരനയ്യപ്പനോ ഒക്കെയാണ് അതിൻ്റെ വക്താക്കൾ. സമൂഹ ബന്ധങ്ങൾ പുനരാവിഷ്കരിക്കപ്പെടണമെന്നാവശ്യപ്പെട്ടു. ബാക്കിയുള്ളത് ഒന്നും ചെയ്തില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷെ അവർ ആഭ്യന്തരമായ ചില നവീകരണത്തിനപ്പുറത്തേക്ക് അവർ കടക്കുന്നുണ്ട്. ഇതിനെ രണ്ടിനെയും വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതിന് പകരം ഇത് രണ്ടും ഒന്നാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ആഖ്യാനമാണ് കൊണ്ടുവന്നത്. മാത്രവുമല്ല, നവോത്ഥാനത്തിലൂടെ കരുപ്പിടിപ്പിക്കപ്പെട്ട ആശയം ജാതിയെ മറികടക്കുന്ന, ജാതിയെ കവിഞ്ഞു നിൽക്കുന്ന സമുദായമെന്ന സങ്കല്പമാണ് അത് യഥാർത്ഥത്തിൽ മുന്നോട്ട് വച്ചത്. ഈ സമുദായമെന്ന സങ്കല്പം വർഗസങ്കല്പവുമായി മുഖാമുഖം നിൽക്കുമ്പോൾ അറുപഴഞ്ചനും പിന്തിരിപ്പനും പ്രീ മോഡേണുമാണെന്നുള്ള ഒരു സങ്കല്പവും ഇടതുപക്ഷ ബുദ്ധിജീവികൾ കേരളത്തിലുണ്ടാക്കി. സമുദായ ജീവിതമെന്നത് ഒരു പിന്നോക്ക ജീവിതമാണെന്നും വർഗജീവിതമാണ് പ്രോഗ്രസീവായ ജീവിതമെന്നുമുള്ള ഒരു അപസർപ്പക കഥ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നു. ഫലത്തിൽ ഈ സമുദായ ഭാവനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ മനുഷ്യബന്ധങ്ങളുടെ നവീകരണം നിശ്ചലമാക്കപ്പെടുന്നു. സാമ്പത്തിക ഘടനയിൽ മനുഷ്യൻ്റെ സ്ഥാനം എന്താണോ എന്ന് മാത്രം പരിശോധിക്കുന്ന പുതിയൊരു ഭാവന ഇവിടെ വികസിച്ചു വരുന്നു. സ്വാഭാവികമായും സാമൂഹ്യ ജീവിതത്തിൽ എക്കണോമിക് ക്യാപിറ്റൽ അല്ലാതെ സോഷ്യോ കൾച്ചറൽ സിംബോളിക് ക്യാപിറ്റൽ ദുർബലമായ വിഭാഗങ്ങൾ ആധുനിക കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഈ പുറത്തേക്ക് പോയ വിഭാഗങ്ങളിലാണ് ഹിന്ദുത്വ ശക്തികൾ ആദ്യമായി വേരുറപ്പിക്കുന്നത് നമ്മൾ കാണാതിരുന്നുകൂടാ. കേരളത്തിലെ സവർണരായിട്ടുള്ള വിഭാഗങ്ങൾ BJPയിലേക്ക് ആകർഷിക്കപ്പെട്ടത് മോഡി ആവർത്തിച്ച് അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ്. അവരുടെ ചെറിയൊരു വിഭാഗം നേരത്തെ മുതൽ ഉണ്ടായിരിക്കാം. പക്ഷേ കേരളത്തിലെ ഈ തീരദേശത്തെ അരയന്മാരടക്കം ഉള്ള വിഭാഗങ്ങളിലേക്കാണ് ആദ്യമായി ഇവർ ഹിന്ദു നാടാർ വിഭാഗത്തിലേക്ക് ഒക്കെയാണ് ഇവർ ആദ്യമായി കടന്നു കയറുന്നത്. അവരുടെ മുകൾത്തട്ടിൽ സവർണ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ നേരത്തെ തൊട്ട് തന്നെ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അവർക്ക് വളരെ ചെറിയ ആൾക്കാർ, നമ്പറിൽ കുറവുള്ള ആൾക്കാരുണ്ടായിരുന്നുള്ളല്ലാതെ മാസം നിലക്ക് ഇതിൻ്റെ അടിത്തറയായി വന്നവർ. യഥാർത്ഥത്തിൽ ഈ പുറന്തള്ളിയ വിഭാഗങ്ങളാണ് ഇതിനൊരു ആശ്രയമായി കാണുന്നത്. അപ്പോൾ ഈ ഹിന്ദുത്വ വിശ്വാസത്തിൻ്റെ കേവലമായ ഒരു ഐക്യപ്പെടൽ എന്നതിനപ്പുറം വളരെ സമൂർത്തമായ സാമ്പത്തിക ചരിത്ര സാഹചര്യങ്ങൾ ഈ ഹിന്ദുത്വ വളർച്ചയ്ക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇതെന്തോ ഇപ്പോൾ നടക്കുന്ന എന്തോ ഒരു പ്രോസസ്സായിട്ടാണ് അതിനെ മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നത് കുറേയേറെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ മൗലികമായി ഈ ആശയം റദ്ദ് ചെയ്യപ്പെട്ട നിമിഷം മുതൽ മറ്റൊരു ഓപ്ഷനുള്ള സാധ്യത ഇവിടെ തുറന്നു വെച്ചിരിക്കുകയാണ്. ആ ഓപ്ഷനിലേക്ക് BJP ആണ് കടന്നു കയറിയതെന്ന് നമ്മൾ കണ്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു സമീപകാലത്തായിട്ട്, അതായത് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ വന്ന മാറ്റങ്ങൾ, ഒരു 10 വർഷത്തിനിടയിൽ വന്ന മാറ്റങ്ങൾ ഈ കേരളത്തിലും ഇതിനെ അതിവേഗം വളരാനുള്ളൊരു മണ്ണൊരുക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വിഭാഗങ്ങളിൽ വ്യത്യസ്തമായി കേരളത്തിൻ്റെ ഇപ്പോൾ ഈ സാഹോദര്യം എന്ന ആശയമൊക്കെ കടന്നു വന്നപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ആളുകൾ വളരെയധികം പറഞ്ഞൊരാൾ ആശയമാണ് സാഹോദര്യം.
അതുപോലെ എല്ലാവരും ആത്മസഹോദരരല്ലോ എന്നൊക്കെയുള്ള ആശയങ്ങൾ, മതദ്വേഷമില്ലാതെ ഉള്ള ജാതിഭേദമില്ലാത്ത ഒരു സമൂഹം ഉണ്ടാകണമെന്നൊക്കെയുള്ള ആശയങ്ങൾ. പക്ഷേ ഇന്ന് അതിൽ നിന്ന് ഘടകവിരുദ്ധമായ തരത്തിൽ ആ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ പോലും, വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ പോലും കേരളത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരായി മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി കാണേണ്ടതല്ലേ? അല്ല, ഈ ഹിന്ദുത്വ ഐഡിയോളജിയുടെ ബ്രാഹ്മണിക്കൽ പട്രിയാർക്കി എന്ന് വിളിക്കാവുന്ന ഒരു ആശയ ലോകത്തിൻ്റെ മൗലികമായ പ്രത്യേകത പുറന്തള്ളലാണ്, ഒരിക്കലും ഉൾക്കൊള്ളലല്ല. അപ്പം ശത്രുത എന്ന് പറയുന്നത്, അന്യ മതശത്രുത, അന്യ സമുദായ ശത്രുത എന്നത് ഇതിൻ്റെ ഒരു അടിത്തറയായി നിൽക്കുന്നൊരു കാര്യം. അതെവിടെ പ്രവർത്തിച്ചാലും അതങ്ങനെ അതിന് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഹിന്ദുത്വ ഫോൾഡിലേക്ക് ചെല്ലുന്ന ആര് തന്നെയായാലും, അത് ആദിവാസി ആയിക്കൊള്ളട്ടെ, പിന്നോക്കക്കാരനായിക്കൊള്ളട്ടെ, ദളിതനായിക്കൊള്ളട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, തീർച്ചയായും അന്യമത വിദ്വേഷവൻ പ്രചരിപ്പിച്ചിരിക്കും. അതാണതിൻ്റെ ആശയ ലോകം. വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ഒരാൾ, SNDP-യുടെ മുതിർന്ന വർഷങ്ങളായിട്ട് SNDP നയിക്കുന്നൊരു നേതാവ്, അദ്ദേഹം BJP ഫോൾഡിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇതൊന്നും അല്ല എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിലും നാട്ടുകാർക്കറിയാലോ ഇതെന്താ നടക്കുന്നത്. അപ്പോൾ ആ ഫോൾഡിലേക്ക് എത്തിയതിന് ശേഷം അദ്ദേഹം മുസ്ലിം വിരുദ്ധമായ വളരെ പരസ്യവും ജനാധിപത്യ വിരുദ്ധവും യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത വലിയ പ്രചാരണമാണ് നടത്തുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യമായിട്ട് മാത്രം എടുക്കരുത്. അദ്ദേഹത്തെ മുൻനിർത്തി സംഘപരിവാർ നടത്തുന്ന ആസൂത്രിതമായൊരു നീക്കമാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഇവർ ഗുരുവിനെ മറന്നു എന്ന് പറഞ്ഞാൽ, ഗുരുവിനെയൊക്കെ നേരത്തെ തന്നെ ഉപേക്ഷിച്ചതാണല്ലോ. അപ്പോൾ ഗുരുവിലെ ചില അസറ്റിക് പാരമ്പര്യത്തെ മാത്രമാണ് ഒരു വീണ്ടെടുപ്പുണ്ടായിട്ടുള്ളൂ. മറിച്ച് സാമൂഹ്യ നവീകരണത്തിൻ്റെയും മനുഷ്യബന്ധങ്ങളെ സംബന്ധിച്ച പുതിയ ഭാവനയുടെ ഒരു വീണ്ടെടുപ്പ് നടത്താൻ ശ്രമിച്ച ഒരാൾ സഹോദരനയ്യപ്പനാണ്. സഹോദരനയ്യപ്പനെ പരിപൂർണമായും റദ്ദ് ചെയ്തിട്ടാണ് ഈ ധാര ഇപ്പോൾ ആധിപത്യം നേടിയിട്ടുള്ളത്. അപ്പോൾ ആ നിലക്ക് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ അന്യമത വിദ്വേഷം അന്യ സമുദായ വിദ്വേഷം എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിന്ദുത്വ ആശയലോകത്തിൻ്റെ അതിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മനോനിലയാണ്. ഒരു ഉദാഹരണം പറയാം, ഇത് വൻ രീതിയിൽ ഒരുമിച്ച് ജീവിക്കുന്ന നമ്മളെ ശത്രുക്കളാക്കി മാറ്റുന്നൊരു പ്രോസസ്സാണ്. ഇപ്പം UP-യിൽ കൊല്ലപ്പെട്ട അഖ്ലാഖിനെ കൊന്ന പ്രതികളുടെ ലിസ്റ്റിൽ അന്ന് പകൽ, അന്ന് രാത്രിയാണ് കൊലവ്, അന്ന് പകൽ അയാളുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചവർ പോലും ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്നോർക്കണം എത്ര ഭീകരമായ സ്ഥിതിയാണെന്ന്. ഇതേ അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഈ വർഷം ഏറ്റവും കുറഞ്ഞ വർഷം പോർച്ചുഗീസുകാർ വന്നതിന് ശേഷമെങ്കിലും കാരൾ എന്ന് പറയുന്ന കാര്യം, ക്രിസ്മസ് കരോൾ എന്ന് പറയുന്ന കാര്യം കേരളത്തിൽ നടക്കുന്നുണ്ട്, ഏറെയും കുറഞ്ഞു. കുറച്ച് എല്ലാ നാട്ടിലും ചെറുപ്പക്കാർ, അത് ക്രിസ്ത്യാനിയാവണമെന്നൊന്നുമില്ല, ക്ലബ്ബുകൾ, ചെറുകിട കൂട്ടായ്മകൾ, അവർ കുറേ പാട്ടൊക്കെ പാടി കൊട്ടി ആൾക്കാർ പൈസ തരും, അത് വാങ്ങും, അവരുപോലെ ചായ കുടിച്ച് ഒരു സിനിമ കണ്ട് തീർക്കുന്ന, അങ്ങനെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടേ മനുഷ്യനെ എടുത്തിട്ടുള്ളൂ. ക്രിസ്തുവിനോടുള്ള വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഒന്നും ഒരു കാര്യമില്ല. കുട്ടികളുടെ ഒരു ആഘോഷം, ചെറുപ്പക്കാരുടെ ഒരു ആഘോഷമായിട്ടാണ്. പള്ളി അത് വളരെ ഭക്തി നിർഭരമായിട്ട് ചെയ്യുന്നുണ്ടാവും. ഇന്നിപ്പോൾ കരോൾ അപകടമാണെന്ന് മലയാളി മനസ്സിലാക്കി എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. അതെങ്ങനെ പെട്ടെന്ന് ഈ കരോളിനോടൊരു അപരിചിതത്വം നമുക്കെങ്ങനെയാണ് വരുന്നത്? ഈ അപരിചിതത്വം വരുന്നത് ഈ അന്യമത വിദ്വേഷത്തിൽ നിന്ന് വരുന്നൊരു കാര്യം. അപ്പോൾ അത് പാടില്ല. ഇതൊരു ജനകീയ ഉത്സവമായി 2000 വർഷം കേരളത്തിൽ ക്രൈസ്തവ പാരമ്പര്യമുണ്ട്. ഇതൊരു ജനകീയ ഉത്സവമായി കാണണം എന്നല്ല ബിഷപ്പ് പറയുന്നത്. ബിഷപ്പ് പറയുന്നത് തല്ലി മേടിച്ചവർ പള്ളിയിൽ നിന്ന് പോയ കരോത്സവം അല്ലെന്നാണ് പറയുന്നത്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പള്ളിയിൽ നിന്ന് പോയവർ തല്ലിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ളതെന്നാണ് ഈ പറയുന്നത്. അതൊരു കുഴപ്പം പിടിച്ച സ്റ്റേറ്റ്മെൻ്റ്. അങ്ങനല്ല. ഇതൊരു ഓണം പോലെ ഒരു ജനകീയ ഉത്സവം, ആൾക്കാർ ഇഷ്ടം പോലെ അന്യമതസ്ഥരും ഒക്കെ പങ്കെടുക്കുമ്പോഴാണല്ലോ ഒരു ആഘോഷമായിരുന്നത്. അതെ.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആഘോഷാവസരങ്ങളിലാണ് ഇതര മതസ്ഥരെയും സമുദായങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കുന്നത് മിക്കവാറും ആഘോഷം. ചേർക്കണമല്ലോ. അങ്ങനെ അതെ. അവർക്കും കൂടി വന്നിരിക്കാവുന്ന സ്ഥലമാണെന്ന് തോന്നുമ്പോഴാണ് നമ്മളൊരു ആധുനിക സമൂഹമായി അതെ. മാറുന്നുള്ളൂ. അതല്ലെങ്കിൽ പ്രാചീനമായ എന്തോ ഒരു ഇടപാടായിട്ട് ഇത് ഞാൻ ഈ മാറും. ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞുള്ളൂ. ഇപ്പോൾ ക്രിസ്തു സ്നേഹത്തെക്കുറിച്ചൊക്കെയാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. ആ. കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഇപ്പം ഉത്തരേന്ത്യയിലെ ക്രിസ്ത്യാനികളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ ക്രിസ്ത്യാനികൾ സുരക്ഷിതരായിരുന്നു ഒരു പരിധിവരെ. ഉത്തരേന്ത്യയിൽ പല ഭാഗങ്ങളിലും ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ദലിത് ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന വൈദികരും കന്യാസ്ത്രീകളും ഒക്കെയാണ് പലപ്പോഴും ആക്രമിക്കുക. അത് ഇവിടെ പറയാറില്ല കാര്യമായിട്ട്. പക്ഷേ കേരളത്തിലുണ്ടായിരിക്കുന്ന ഒരു മാറ്റമെന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഹിന്ദുത്വവാദികൾ പല ഘട്ടങ്ങളിലും നടത്തുമ്പോൾ കേരളത്തിലിപ്പോൾ ചില സംഘടനകൾ, ചില വ്യക്തികൾ, ഇപ്പോൾ പി സി ജോർജിനെ പോലെ ഒക്കെ ഉള്ള ആളുകൾ, അതുപോലെ തന്നെ കാസ പോലുള്ള സംഘടനകൾ ഈ ക്രൈസ്തവതയുടെ ഒരു ആശയം, അതിൻ്റെ അടിത്തറയെ പോലും മാനിക്കാത്ത തരത്തിൽ വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കും. നേരത്തെ ശ്രീനാരായണ പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ഈ ക്രിസ്തുവിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ പോലും അപരവിദ്വേഷം, അത് ഹിന്ദുത്വവാദത്തിൻ്റെ ആ അപരവിദ്വേഷത്തെ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം കൂടെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും. അത് എനിക്ക് മനസ്സിലായിടത്തോളം ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന വലിയ ഒരു കോൺഗ്രിഗേഷൻ ദുർബലപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ മൗലികമായൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിന് വെളിയിലുള്ള നോർത്ത് ഇന്ത്യയിലുള്ള ക്രൈസ്തവർ ആക്രമിക്കപ്പെടുകയും പള്ളി കത്തിക്കപ്പെടുകയും ചെയ്യുന്നത് അത് മതപരിവർത്തനം ആരോപിച്ചാണെങ്കിലും ഈ ആക്രമിക്കപ്പെടുന്നവർ മുഴുവനും ദളിതരോ ആദിവാസികളോ ആണ്. അവരാണ് പുതിയതായിട്ട് ക്രിസ്തുമതം സ്വീകരിക്കുന്ന ആൾക്കാർ. അവരുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലവും എല്ലാം കൂടി കൂടിക്കുഴഞ്ഞൊരു ട്രാൻസ്ഫോർമേഷനാണത്. അവരവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് മാത്രം പോകുന്നവരല്ല. അവർക്ക് തീർച്ചയായിട്ടും ആത്മീയമായൊരു അനുഭൂതിയും ഉണ്ടാവും. അപ്പോൾ അത് പാടില്ല എന്ന് ഹിന്ദുത്വവാദികൾ തീരുമാനിക്കുന്നു, ആക്രമിക്കുന്നു. കൂടെ ഇവിടെ നിന്ന് മിഷണറി പ്രവർത്തനത്തിന് അവിടെ പോയി പാർക്കുന്ന കന്യാസ്ത്രീകളും അച്ഛന്മാരും ഒക്കെ കൊല്ലപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. സ്റ്റാൻ സ്വാമിയൊക്കെ അങ്ങനെ മരിച്ച ഒരാളാണല്ലോ. ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ചുട്ടുകൊന്ന പോലെ സംഭവമുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കന്യാസ്ത്രീകളാക്രമിക്കുന്നു. അപ്പോൾ ഈ കേരളത്തിൻ്റെ സവിശേഷത അതല്ല. കേരളത്തിലെ ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് സിറിയൻ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന വിഭാഗങ്ങൾ സെൻറ്റ് തോമസ് വന്ന കാലം മുതലേ ഇവിടെ ഉണ്ടെന്ന് പറയുന്നവർ. അപ്പോൾ ഈ ആ ഒരു പാരമ്പര്യത്തിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഈ ആ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത്, അന്നത്തെ രാജാവ് ഒരു നാടുവാഴിക്ക് കൊടുക്കേണ്ട എല്ലാ പദവിയും കൊടുത്ത് സ്വീകരിക്കപ്പെട്ടവരാണ് ഞങ്ങൾ, കാനായിത്തൊമ്മൻ്റെ പിന്മുറക്കാരാണ് ഞങ്ങൾ എന്നും, ബ്രാഹ്മണർ റീകൺവേർട്ട് ചെയ്തവരാണ് ഞങ്ങൾ എന്നൊക്കെ പറയുന്ന വിധമുള്ളൊരു പാരമ്പര്യവാദവും ശക്തമാണ്. പിന്നെ കേരളത്തിൻ്റെ സമൂഹഘടനയിൽ ഈ വ്യാപാര സമൂഹത്തിൻ്റെ അഭാവം കേരളത്തിൽ രണ്ട് പ്രബലമായ ന്യൂനപക്ഷങ്ങളെയും വ്യാപാര മേഖലയിൽ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. മലബാറിലത് മുസ്ലിങ്ങളാണെങ്കിൽ തിരുവിതാംകൂറിൽ ഇത് ക്രിസ്ത്യാനികളാണ്. അപ്പം അങ്ങനെ ജീവിച്ചവരെന്ന നിലക്ക് അവർ ഈ കേരളീയ സമൂഹത്തിൽ അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്ത വിഭാഗം. അൺടച്ചബിലിറ്റി പ്രാക്ടീസ്, അപ്പോൾ കാസ്റ്റിൻ്റെ സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഏറെക്കുറെ നായർക്ക് തുല്യമോ അതിനടുത്തോ നിൽക്കുന്ന ഒരു സോഷ്യൽ പൊസിഷൻ ആ ഹൈറാർക്കിയിൽ അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ അവർക്ക് ഒരു മതമെന്ന നിലക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹമോ അന്യനെ സ്നേഹിക്കണമെന്ന് പറയുന്നതോ അതിനൊക്കെ അപ്പുറം സമൂഹത്തിൻ്റെ ഒരു ബലതന്ത്രത്തിനകത്ത് അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്യുകയും ഏറെക്കുറെ സവർണ സ്ഥാനമുണ്ടായിരിക്കുകയും ചെയ്തൊരു വിഭാഗമാണിവർ. അതുകൊണ്ട് തന്നെ അവർക്ക് സമ്പത്തും അധികാര പങ്കാളിത്തവും ഉദ്യോഗ പങ്കാളിത്തവും ഗ്ലോബൽ മൊബിലിറ്റിയും ഒക്കെ കൈവരിക്കാൻ കഴിഞ്ഞൊരു വിഭാഗമാണ്. ഈ ഒരു സോഷ്യൽ സ്റ്റാറ്റസാണ് BJP ആയിട്ട് ഇവർക്കൊരു അടുക്കാനുള്ള അടിസ്ഥാനപരമായ ഒരു അഭിവാഞ്ഛയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് PC ജോർജിനെ പോലുള്ളവർ, കാസ, അതൊരു ഇൻ്റർനാഷണൽ ഇടപാടാണ് കാസയുടെ ഇടപാടുകൾ. അതിന് വേറെ ചില ബന്ധങ്ങൾ കൂടിയുണ്ട്. PC ജോർജിനെ പോലെ ഉള്ള ഒരാൾ BJPയിൽ നേരിട്ട് പ്രവേശിക്കുന്ന ഒരാൾ. കേരളത്തിലെ കേരള കോൺഗ്രസിൻ്റെ ചരിത്രത്തിനകത്ത്
ഏറ്റവും ഡീജനറേറ്റ് ചെയ്യപ്പെട്ടൊരു ലീഡറാണ് പി സി ജോർജ്. അദ്ദേഹമാണ് നേരിട്ട് ബി ജെ പിയിലേക്ക് ചെല്ലുന്നത്. അതുകൂടെ നമ്മൾ കാണണം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ 1600-ലധികം ക്രിസ്ത്യാനികളെ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നിർത്തുകയുണ്ട്. 20 പേരാണ് ജയിച്ചത്. ബാക്കി മുഴുവൻ ആൾക്കാർ തോറ്റു പോയത്. ക്രിസ്ത്യാനികൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നു എന്ന വ്യാഖ്യാനത്തിന് വലിയ കഥയൊന്നുമില്ല. ഒരു കഥയില്ല. അതാ ഞാൻ പറയുന്നത്. ഒരു കഥ. ഇപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു, സുരേഷ് ഗോപി ജയിച്ച സ്ഥലത്ത് പോലും വലിയ പരാജയമാണ് അവർ നേരിട്ടത്. ജനങ്ങളങ്ങനെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ വിലയിരുത്തണം. പക്ഷേ ഇവിടുത്തെ ഈ ബാന്ധവത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സോഷ്യൽ കോൺഷ്യസ്നസ് ഈ പറയുന്ന കേരളത്തിൻ്റെ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ പറയുന്നത്. എന്തായാലും സമൂഹത്തിൽ വലിയ ഭിന്നിപ്പുകളും വിഭജനങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു അപകടകരമായൊരു സൂചനയാണ്. തീർച്ചയായിട്ടും. അത് പിന്നെ ക്രൈസ്തവരെ മുസ്ലിങ്ങൾക്കെതിരെ തിരിച്ച സംഭവങ്ങൾ ഈ പി സി ജോർജ് തന്നെ നേരത്തെ ലവ് ജിഹാദിൻ്റെ കണക്കൊക്കെ അദ്ദേഹം പറയും. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കേരളത്തിൽ നിന്ന് ഈ ഹിന്ദുത്വ പ്രചാരണത്തിലുള്ള മെറ്റീരിയലുകൾ ഉണ്ടാക്കുന്ന സ്ഥലമായി കേരളം മാറി എന്നുള്ള തെളിവുകൾ ഇത് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ അത് ഏറ്റെടുത്തിരുന്നു. ഈ ലവ് ജിഹാദ് കഥകൾ ഏറ്റെടുക്കുകയും ഇതിനകത്ത് ഞാൻ മനസ്സിലായത് പൊളിറ്റിക്കലായിട്ടാണ് ഞാൻ ഈ വിഷയത്തെ കാണുന്നത്. കേരളത്തിലെ മുസ്ലിങ്ങളും കേരളത്തിലെ പിന്നോക്കക്കാരും ഒരുമിച്ച് നിന്നാൽ കേരളം വേറെ ആരും ഭരിക്കില്ല. ദളിതരും പിന്നോക്കക്കാരും കേരളത്തിലെ മുസ്ലിങ്ങളും ഒരു പൊളിറ്റിക്കൽ ഗോളിന്, ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തെ മുൻനിർത്തി ഒരുമിച്ച് വന്നാൽ കേരളത്തിലെ ഈ സവർണ ഹൈറാർക്കി പരിപൂർണമായും തകർന്നു പോകും. ഇത് സംഘപരിവാറിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലൊരു ഇടപാട് നടക്കാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർ നിരന്തരം ഒരുക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. വേറൊരു സംഗതി എന്ന് വെച്ചാൽ ഇപ്പം ഈ വിദ്വേഷ പ്രചാരണങ്ങൾ കേരളത്തിൽ പണ്ടുമൊക്കെ പലതരത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഇതിനെ ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾ പലപ്പോഴും ഇതിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളൊരു പ്രശ്നം, അത് രാഷ്ട്രീയത്തെ കൂടെ അപകടപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഈ പൊളിറ്റിക്സിനെ നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രാഷ്ട്രീയ പാർട്ടികൾ യഥാർത്ഥത്തിൽ സമൂഹത്തെ പുതിയ ആശയത്തിലേക്കും പുതിയ ജീവിതബോധത്തിലേക്കും പുതിയ വികസന സങ്കല്പങ്ങളിലേക്കൊക്കെ നയിക്കുമെന്നാണ് നമ്മുടെ ഒരു പരമ്പരാഗത വിശ്വാസം. പക്ഷേ പൊളിറ്റിക്കൽ പാർട്ടികൾ സമൂഹത്തിൻ്റെ തന്നെ ആഗ്രഹങ്ങളെ മാത്രം പ്രതിനിധാനം ചെയ്യുന്നതായി ഡീജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ കാണുന്നു. നേരത്തെയാണെങ്കിൽ സമൂഹത്തിൻ്റെ ആഗ്രഹങ്ങളെ തിരുത്തുന്ന ശക്തിയായിട്ടാണ് രാഷ്ട്രീയ കക്ഷികൾ ഇടപെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എടുത്താൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യക്കാരുടെ പല വിശ്വാസങ്ങളെയും തിരുത്താനാണ് അത് ശ്രമിച്ചുകൊണ്ടിരുന്നത്. തിരുത്തിയവരെ ചേർത്ത് പിടിച്ച് അതിന് വലിയ മൂവ്മെൻ്റ് ഉണ്ടാക്കുകയാണ് ഗാന്ധി യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. പുതിയൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന പറയുന്നത് തന്നെ നമ്മൾ ഈ ഇന്ത്യ രാഷ്ട്രമുണ്ടാക്കുന്നത് ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രസങ്കല്പത്തെ പിൻപറ്റാനാണ് നമ്മൾ ഈ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ മാർക്സിസ്റ്റ് പാർട്ടി, ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടി ആയിരിക്കുന്ന പഴയ CPI ആദ്യഘട്ടത്തിൽ പ്രവർത്തിക്കുമ്പോൾ ജനവിശ്വാസത്തോടൊത്തല്ല അത് പ്രവർത്തിക്കുന്നത്. ജനവിശ്വാസത്തെ തിരുത്തുകയാണ് അവർ ചെയ്യാൻ ശ്രമിച്ചത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ആദ്യഘട്ടത്തിൽ അവർ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പോൾ ഇന്നത്തെ പാർട്ടികൾ അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ പാർട്ടികൾ യഥാർത്ഥത്തിൽ ബഹുജന വിശ്വാസത്തോടൊപ്പം പോലുമല്ല, അതിൻ്റെ പുറകിൽ നടക്കുന്നവരാണെന്ന് വേണേൽ പറയേണ്ടി വരും. പുറകിൽ കൂടുതൽ ലാഭകരം പുറകിൽ നടക്കാനാണെങ്കിൽ അവർ പുറകെ നടക്കും. അങ്ങനെ ലാഭനഷ്ട കച്ചവടമായിട്ട് മാത്രം പൊളിറ്റിക്സിനെ എടുക്കുന്ന വിധം രാഷ്ട്രീയ പാർട്ടികൾ ഡീജനറേറ്റ് ചെയ്തിട്ടുണ്ടെന്നതാണ്. എന്തായാലും അത് ഈ സമൂഹത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തരത്തിലുള്ള പിന്നോട്ട് വലിക്കൽ, അല്ലെങ്കിൽ ഈ സമൂഹത്തെ പലതായി വിഭജിക്കുന്ന, ഇപ്പോൾ നമ്മൾ ഈ സാമൂഹ്യ സാമ്പത്തിക മേഖലയിൽ ഏറ്റക്കുറച്ചിലുകളും പ്രശ്നങ്ങളും അവകാശങ്ങൾ ലഭ്യമാകാത്തതും പ്രാതിനിധ്യക്കുറവിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും കേരളത്തിൽ പൊതുവിൽ സമൂഹങ്ങൾ കൈകോർത്ത് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റേ ജാതി പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചാൽ പോലും. പക്ഷെ അതിനെ കൂടി തകർക്കുന്ന ഒരു തരത്തിലേക്ക് കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വലിയ അപകടകരമായൊരു കാര്യമാണ്. തീർച്ചയായും. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ നമ്മൾ മറികടക്കുക, അതിജീവിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അത് വളരെ പൊളിറ്റിക്കലായി തന്നെ രാഷ്ട്രീയമായി തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിപ്പോൾ ഒരു വലിയ വിഭാഗത്തെ പുറന്തള്ളപ്പെട്ടെങ്കിലും ഏറെക്കുറെ സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിന്നൊരു സമൂഹമാണ് കേരളം.
അതിപ്പോൾ പലതരത്തിലുള്ള കൂടുതൽ രൂക്ഷമായ പ്രത്യാക്രമണത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നൊരു സ്ഥിതിവിശേഷമുണ്ട് കേരളത്തിൽ. അപ്പം അതിനെ നമ്മൾ രാഷ്ട്രീയമായി തന്നെ നേരിടാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ ഒരു മൊമെൻറ്റം കിട്ടിയ, അവർ എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥികൾ നിർത്തുന്നു. ഒരു സ്ഥലത്ത് അവർ ജയിക്കാറില്ല. പക്ഷേ കേരളത്തിലെ മീഡിയ LDFിൻ്റെ സ്ഥാനാർത്ഥി, UDFിൻ്റെ സ്ഥാനാർത്ഥി, NDAയുടെ സ്ഥാനാർത്ഥി ഈക്വൽ പരിഗണനയാണ് അതിന് കൊടുക്കുക. അത് ഇവർക്ക് ഇത്രയും വോട്ടുകൾ കിട്ടാത്ത സമയത്ത് പോലും അത് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ വളരെ നേരത്തെ തുടങ്ങിയ കലാപരിപാടിയാണ്. ഇപ്പം പിന്നെ അവർക്ക് കുറച്ച് വോട്ടെങ്കിലും കിട്ടുന്നുണ്ട്. അന്ന് അതുപോലും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു എല്ലായിടത്തും ത്രികോണ മത്സരം എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുക. ഇപ്പം അതൊരു യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഈ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിൽ ഈ BJPക്ക് മാത്രമല്ല പങ്കുള്ളത്. നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. BJP വളരെ നെഗറ്റീവായി ഇടപെട്ട് ഈ സംഭവത്തെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായ ഫോഴ്സുകൾ എമർജ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ. അതായത് ഈ സമാധാനം നീതിയിലധിഷ്ഠിതമായ സമാധാനമല്ല എന്നൊരു വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. ആ വിമർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ വളരെ നെഗറ്റീവായിട്ടുള്ള ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും വേറെ നിന്ന് യുദ്ധം ചെയ്യണമെന്ന്, മുസ്ലിങ്ങളും വേറെ നിന്ന് യുദ്ധം ചെയ്യണമെന്നുള്ള വളരെ നെഗറ്റീവായ, ഒരുപക്ഷെ സമൂഹത്തെ അപ്പാടെ തകർത്തെറിയുന്ന സംഘപരിവാർ അജണ്ടയെ മറികടക്കാൻ കഴിയണമെങ്കിൽ വളരെ പോസിറ്റീവായി സമൂഹം കൂടുതൽ ബലപ്പെട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നീതിയിലധിഷ്ഠിതമായ സമാധാനം വേണം എന്ന് പറയുന്ന ഈ ന്യൂ എമർജിങ് ആയിട്ടുള്ള ആ ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് ഉൾക്കൊള്ളാൻ കേരളം തയ്യാറാവണം. അങ്ങനെ തയ്യാറാവുമ്പോൾ ഈ പറഞ്ഞ റിസോഴ്സസിൻ്റെ മേലുള്ള അവകാശങ്ങളെ സംബന്ധിച്ചും ചർച്ച ചെയ്യാനുള്ള ധൈര്യം നമുക്ക് വേണം. പലപ്പോഴും നമുക്കതില്ല, അത് നമ്മൾ ചർച്ച ചെയ്യില്ല. ഇത് കേവല പ്രാതിനിധ്യത്തിൻ്റെ പ്രശ്നമല്ല, അത് ഈക്വൽ പൗരത്വത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് എല്ലാ വിഭാഗങ്ങളേക്കും നീതി ഉറപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഈ പറയുന്ന വളരെ നെഗറ്റീവായി മതപരമായ ഐഡൻറ്റിറ്റി, ഇല്ലാത്ത ഐഡൻറ്റിറ്റിയൊക്കെ ഈ ആരോപിക്കുന്നത്, മതപരമായ ഐഡൻറ്റിറ്റി ആരോപിച്ചും ഒക്കെ ഉണ്ടാക്കുന്ന തർക്കങ്ങളിലൂടെ തകർന്നു പോകാവുന്ന ഒരു കേരളത്തെ വീണ്ടെടുക്കാൻ ഇവിടെ അതിനകത്ത് ഒരു ഐക്കൺ സഹോദരനയ്യപ്പനാണ്. ഈ നേരത്തെ ഈ നീതിയെക്കുറിച്ചുള്ള, തുല്യനീതിയെക്കുറിച്ച് പറയുന്നവർ തന്നെയാണ് യഥാർത്ഥത്തിൽ സാഹോദര്യത്തെക്കുറിച്ചും വളരെയധികം സംസാരിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അതെ അല്ല, അത് തുല്യനീതി എന്നത്, ജസ്റ്റിസ് എന്ന് പറയുന്ന കാര്യം ഒരു സമൂഹത്തിൽ അലങ്കോലമില്ലാതെയും അങ്കലാപ്പില്ലാതെയും നടക്കണമെങ്കിൽ സാഹോദര്യം എന്ന് പറയുന്ന മൂല്യം ആ സമൂഹത്തിൽ പ്രവർത്തിച്ചിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എങ്കിൽ മാത്രമേ നീതി നമുക്ക് ഫോഴ്സ്ഫുൾ അല്ലാതെ വിതരണം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ നീതി വിതരണം ചെയ്തതെന്ന് പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയൊക്കെ അകമ്പടിയോടെ ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുമ്പോൾ അവർക്ക് നീതി കൊടുക്കണമെങ്കിൽ പോലീസ് വേണം, കോടതി വേണം, പട്ടാളം വേണം, ഇതെല്ലാം വേണം. സമൂഹം നേരിട്ട് അവർക്ക് നീതി കൊടുക്കുന്നില്ല. അപ്പം ഒരു ആദിവാസി ആക്രമിക്കപ്പെടുമ്പോൾ, ദളിതൻ ആക്രമിക്കപ്പെടുമ്പോൾ ഈ സംവിധാനം മിണ്ടാതിരിക്കും. ആരെങ്കിലുമൊക്കെ ഫോഴ്സ് ചെയ്താൽ അത് പുറത്തു വന്ന് നീതി, അതിൽ നിന്ന് മാറണമെങ്കിൽ ഈ ആക്രമിക്കപ്പെടുന്ന ആൾ നമുക്ക് സാഹോദര്യത്തോടെ ചേർത്ത് നിൽക്കേണ്ട ആളാണെന്ന് സമൂഹത്തിന് തോന്നണമല്ലോ. അപ്പോൾ മാത്രം ജസ്റ്റിസ് പ്രവർത്തിച്ചു തുടങ്ങും. മറ്റേന്ന് പറയുന്നത് നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന ഒരു ഭരണകൂട ദൗത്യം മാത്രമാണത്. അത് ജസ്റ്റിസ് അല്ല. അത് ജസ്റ്റിസ് എന്ന് പറയുന്നത് നമുക്ക് സ്വാഭാവികമായും സമൂഹത്തിൽ ലഭ്യമാകേണ്ട സംഗതിയാണ്. അതിന് സാഹോദര്യം വളരെ പ്രധാനമായതുകൊണ്ടാണ് ഇന്ത്യയിലെ മുഴുവൻ കീഴ്ത്തട്ട് പ്രസ്ഥാനങ്ങളും സാഹോദര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫ്രട്ടേണിറ്റി, ഡോക്ടർ അംബേദ്കർ പറയുന്നത് ഫ്രട്ടേണിറ്റി ഡെമോക്രസിയുടെ മറ്റൊരു പദം മാത്രമാണെന്നാണ്. അങ്ങനെ വരെ പറയുന്നുണ്ട്. കാരണം ഫ്രട്ടേണിറ്റി ഇല്ലാതെ വേറെ നമുക്കൊന്നും സാധ്യമല്ല എന്ന്. എന്തായാലും ഈ ദേശീയ രാഷ്ട്രീയ സാഹചര്യം ഇത് വേഗത്തിലാക്കാൻ ഈ വിഭജനങ്ങൾ വേഗത്തിലാക്കാൻ വലിയ ഒരു സഹായമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊരു വിഷയം, താങ്കളൊരു നേരത്തെ പറഞ്ഞ ഒരു 4 പതിറ്റാണ്ടിലധികമായി
ദലിത് മേഖലയിലും അതുപോലെ തന്നെ ആദിവാസി സമരങ്ങളിലും ഇപ്പം ഈ ആദിവാസികളുടെ സെക്രട്ടേറിയറ്റ് മുന്നിലുള്ള സമരം ഉൾപ്പെടെയുള്ള വിവിധ സമരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ആ നിലയിൽ കേരളത്തിൽ വളരെ ദീർഘമായി എനിക്ക് തോന്നുന്നു ഒരു അയ്യങ്കാളിയുടെ കാലഘട്ടം മുതൽ കേരളത്തിൽ ദലിതുകളുടെ സവിശേഷമായ നീതിക്ക് വേണ്ടിയും അതുപോലെ തന്നെ തുല്യതയ്ക്കും അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്. വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി നടക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലധികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാലത്ത് അത്തരത്തിൽ ദലിതരെ ഒരു രാഷ്ട്രീയ ശക്തി, ഒരു ആദ്യഘട്ടത്തിൽ ഒരു സാമുദായിക ശക്തിയാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നെങ്കിൽ ഒരു രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും പലപ്പോഴും നടന്നിട്ടുണ്ട്. ആ നിലയിൽ ദലിതർക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ ശക്തിയായി മാറാനും തുല്യമായ പ്രാതിനിധ്യം ലഭിക്കാനും കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. പക്ഷേ ആ ശ്രമങ്ങൾ വൃഥാവിലല്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇതിനകത്ത് വളരെ ഞാനൊരു 1982 മുതലെങ്കിലും ഈ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. ഞാനത് മുഖ്യമായും ഈ ദളിത് ആദിവാസി മേഖലയിലെ പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിക്കാനുണ്ടായ വ്യക്തിപരമായൊരു കാര്യമെന്ന് പറയുന്നത്, അടിസ്ഥാനപരമായി നമ്മൾ കൊണ്ടു നടക്കുന്ന വിജ്ഞാനത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് പറയുന്നത് എന്ന ഒരു സംഗതിയാണ് എന്നെ യഥാർത്ഥത്തിൽ പ്രചോദിപ്പിച്ചിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ ദളിതർക്കിടയിലെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തൊട്ട് പ്രീ ഡിഗ്രി വിദ്യാർത്ഥി ആയിരിക്കുക, 2ാം വർഷം പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം മുതലാണ് ഞാനിതുമായി ബന്ധപ്പെടുന്നത്. അപ്പോൾ ഞാനന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ പറഞ്ഞ കേരളത്തിലെ പുരോഗമനകരമെന്ന് പറയുന്ന രാഷ്ട്രീയ സിദ്ധാന്തത്തിലോ സാഹിത്യ സിദ്ധാന്തത്തിലോ ഒന്നും ഇടം ലഭിക്കാതെ പോകുന്നൊരു വിഭാഗം, ഈ നരേഷൻ നിലനിൽക്കുന്നിടത്തോളം കാലം ഇവർക്ക് രക്ഷയുണ്ടാവില്ല എന്ന ഒരു തോന്നലാണ് എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം എൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ആദ്യമായി കോണ്ടാക്റ്റ് ചെയ്യുന്നത് കേരളത്തിൽ വളരെ ചെറിയ ഒരു ഗ്രൂപ്പ് മാത്രമായിരുന്ന CDN സർവീസ് സൊസൈറ്റി എന്നൊരു ഇൻ്റലക്ച്വൽ ഗ്രൂപ്പുമായിട്ടാണ് എനിക്കൊരു ബന്ധമുണ്ടാകുന്നത്. അന്ന് മാസ് മൂവ്മെൻ്റൊക്കെ ഉണ്ട് ദളിതർക്കിടയിൽ, പക്ഷെ അതിലൊന്നും എനിക്ക് വലിയ ആകർഷണം തോന്നിയില്ല. വളരെ ചെറിയ ഗ്രൂപ്പെങ്കിലും ഇവരുടെ വൈജ്ഞാനിക തൃഷ്ണയും അന്വേഷണങ്ങളുമാണ് എന്നെ പ്രചോദിപ്പിച്ചത്. ആ വഴിയാണ് ശരിയെന്ന ബോധ്യം എനിക്കുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ ആൾക്കാർ നിങ്ങളുടെ സംഘടന എത്ര പേരുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും, പക്ഷേ ആ അന്വേഷണമാണ് പിന്നീട് കേരളത്തിലെ ദളിതർക്കൊരു വിസിബിലിറ്റി ഉണ്ടാക്കുവാനും ദളിത് മൂവ്മെൻറ്റുകൾക്കൊരു ദിശാബോധം ഉണ്ടാക്കുവാനും ഒക്കെ പ്രാപ്തമാക്കുന്നു. ആദിവാസി മേഖലയിൽ ഇടപെടാനും അവർ സഹോദരരാണെന്നുള്ള ഒരു ബോധ്യത്തിൽ അവരോടൊപ്പം നിൽക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്നൊരു കാര്യം അതാണ്. അപ്പോൾ ആ നിലക്ക് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 1980 മുൻപുണ്ടായിരുന്ന ദളിതരുടെ സ്ഥിതിയല്ല ഇന്നുള്ളത്. അവരുടെ സാമൂഹിക ജീവിതത്തെ, വ്യക്തിപരമായി വലിയ വിജയങ്ങൾ നേടിയ അനേകം വ്യക്തികൾ ഈ സമുദായത്തിലുണ്ട്. പക്ഷേ അവരുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു ക്വാണ്ടം നമ്മളെടുത്ത് നോക്കുമ്പോൾ വളരെ വലിയ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. മുന്നോട്ട് തന്നെയാണ് പോയിരുന്നത്, പുറകോട്ട് പോയി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് നടന്ന 2 തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. ഒന്ന് സമുദായത്തിന് വേണ്ടിയുള്ള വാദങ്ങളാണ്. കേരളത്തിലെ ദളിതർക്കിടയിൽ ഈ സമുദായമെന്നത് കാസ്റ്റായിട്ട് തന്നെയാണ് മനസ്സിലാക്കപ്പെട്ടിട്ടുള്ളത്. ഓരോ ജാതിയും ഓരോ സമുദായമാണെന്നുള്ള അവകാശവാദത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ കുറേ സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. അവരൊക്കെ ഒരു ചരിത്രപരമായൊരു ദൗത്യമില്ലാത്ത സംഘടനകളാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ അവർ കാസ്റ്റാണ്, ജാതിയുടെ ഒരു ഫ്രെയിമിനകത്താണ് അത് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് അന്യ സമൂഹങ്ങളുമായി സാഹോദര്യ ബന്ധത്തിൽ ഏർപ്പെടാൻ തടസ്സമൊന്നുമല്ല. ഞാനതിൻ്റെ ഒരു അനുഭവസ്ഥനാണ്, അതുകൊണ്ടാണത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വിഭാഗങ്ങൾ മുഴുവനും മഹാത്മാ അയ്യൻകാളി ഭാവന ചെയ്തതുപോലെ സാധുജനമെന്നുള്ള ഒരൊറ്റ വാക്കിൽ, പൊയ്കയിലപ്പച്ചൻ ഭാവന ചെയ്ത അടിമസന്തതികളെന്ന ഒറ്റ വാക്കിൽ ഇവരെ മുഴുവൻ ഉൾക്കൊള്ളുന്ന വിശാലമായൊരു കാഴ്ചപ്പാട് പിന്നീട് ദളിത് പ്രസ്ഥാനങ്ങളാണ് ഉണ്ടാക്കിയെടുത്തത്.
ആദ്യകാല ഹരിജൻ പ്രസ്ഥാനങ്ങൾ, ഹരിജൻ എന്ന വാക്കിന് പോലും പ്രാധാന്യമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ജനത എന്ന ഒരു അവബോധം ഉണ്ടാക്കാനായിട്ട്, ജാതി ഉപജാതി ബന്ധങ്ങൾക്ക് അതീതമായിട്ടുള്ള അതെ അതെ അതെ, നമ്മളെല്ലാവരും ഒന്നാണെന്നൊരു ഫീലിംഗ് ഓഫ് ഫൺനെസ്. അപ്പോൾ ഈ ദലിത് പ്രസ്ഥാനങ്ങളാണ് പിന്നെ അങ്ങനെ ദലിത് പ്രസ്ഥാനങ്ങൾക്കുണ്ടായ ഒരു പരാജയമെന്ന് പറയുന്നത് അവർ സമുദായമെന്ന കാറ്റഗറി അംഗീകരിക്കാൻ ആദ്യഘട്ടത്തിൽ വിസമ്മതിച്ചു എന്നുള്ളതാണ്. ദലിത് സമുദായം എന്നുള്ള വാക്ക് 90കളിലാണ് ഈ കേരളത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. കെ കൊച്ച് അടക്കമുള്ള സലീം കുമാറിനെ പോലുള്ള ആളുകളൊക്കെ CT സുകുമാര സമരത്തിൻ്റെ കാലത്താണ് ദലിത് സമുദായം എന്നുള്ളൊരു ഒരു വാക്ക് മുന്നോട്ട് വെക്കപ്പെടുന്നു. അത് പിൽക്കാലത്ത് സ്വീകരിക്കുന്നു. ദലിത് സമുദായം ദലിതരൊരൊറ്റ സമുദായമാണെന്ന്. അപ്പോൾ ദലിത് സമുദായത്തിൻ്റെ ആഭ്യന്തരമായ കെട്ടുറപ്പിന് വേണ്ടിയും ഭരണഘടനാ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളൊക്കെ പിൽക്കാലത്ത് നടക്കുന്നുണ്ട്. അവിടെയും ഒരു ചെറിയ പരിമിതിയുണ്ട്. ഇതിൻ്റെ ആഭ്യന്തരമായ കെട്ടുറപ്പിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുലവും ദുർബലമായി. മറിച്ച് പുറത്തുനിന്നുണ്ടാകുന്ന അതിക്രമങ്ങൾ, അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ, സർക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ, ആ ഡയമെൻഷനാണ് അത് വളർന്നത്. ആഭ്യന്തര നവീകരണത്തിൻ്റെയും കെട്ടുറപ്പിൻ്റെയും കഥ പലപ്പോഴും പുറകോട്ട് പോയി. അതുകൊണ്ട് ഫലത്തിൽ നേട്ടങ്ങളുണ്ടായാൽ അത് ഓൺ ചെയ്യാൻ ഏജൻസി ഇല്ലാത്ത സ്ഥിതിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ ആ സമയത്താണ് ദേശീയമായി BSP പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉദയിഞ്ഞത്. ഇപ്പോൾ രാഷ്ട്രീയ അധികാരമാണ് പ്രധാനമെന്ന ഡോക്ടർ BR അംബേദ്കറിൻ്റെ വചനം കേരളത്തിലങ്ങ് പ്രാധാന്യം ഉണ്ടാവുകയും രാഷ്ട്രീയ പാർട്ടികളുടെ രൂപീകരണം, നിരവധി രാഷ്ട്രീയ പാർട്ടികൾ, നമ്മളൊക്കെ എറണാകുളത്ത് ഇന്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി എന്നത് കെ കൊച്ചിൻ്റെ നേതൃത്വത്തിലുണ്ടാക്കുന്നുണ്ട്. അതൊരു ഭാവന മാത്രമായിരുന്നു. അങ്ങനെ പാർട്ടിയൊന്നും ഉണ്ടായില്ലെങ്കിലും ഒരു ഭാവന മുന്നോട്ട് വെച്ചു. BSP കേരളത്തിൽ ILP ഉണ്ടാക്കിയതിന് ശേഷം BSP ഉണ്ടാക്കി. അപ്പോൾ ഇതിലേക്ക് ഉണ്ടായ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കമ്മ്യൂണിറ്റി വേഴ്സസ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലക്കൊരു കൺസീവിങ് എങ്ങനെയോ സംഭവിച്ചായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനം മാത്രം മതി എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗവും സമുദായ പ്രവർത്തനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് വിചാരിക്കുന്ന വേറൊരു വിഭാഗമായിട്ട് ഇത് വേർതിരിയുകയാണ് ചെയ്യുന്നത്. ഇത് തമ്മിൽ ഒരിക്കലും ഒരുമിച്ച് വരുന്നില്ല. ഞാനിത് ചോദിച്ചു വന്നൊരു കാര്യം, ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോഴും ഇപ്പോൾ ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഈ ദലിത് സമുദായത്തിൻ്റെ പ്രാതിനിധ്യം എന്നുള്ളത്, അല്ലെങ്കിൽ ആദിവാസികളുടെ പ്രാതിനിധ്യം എന്നുള്ളത് സംവരണ മണ്ഡലങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുകയാണ്. ഒരു ജനറൽ സീറ്റിൽ ഇതുവരെ വളരെ കുറഞ്ഞ ആളുകളല്ലാതെ, ഇപ്പോൾ CKP പത്മനാഭൻ തളിപ്പറമ്പിലും ജനറൽ സീറ്റിൽ മത്സരിച്ച ഒരാളാണ്. അദ്ദേഹം ഇന്ന് പാർട്ടിക്ക് അകത്താണോ പുറത്താണോ എന്നറിയില്ല. എന്താണെങ്കിലും അത് അപൂർവമായി മാത്രമേ അത് സംഭവിക്കാറുള്ളത്. എന്തുകൊണ്ടാണ് ഈ സംവരണ മണ്ഡലത്തിന് പുറത്തേക്ക് ദലിതരെയോ ആദിവാസികളെയോ മത്സരിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ, ഒരു മുന്നണികളും തയ്യാറാകുന്നില്ല എന്നുള്ള പ്രശ്നം? അത് രണ്ട് സംഗതികൾ. ഒന്ന്, രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും ദലിതർക്ക് വേണ്ടി പ്രത്യേക സംഘടനകളുണ്ട്, ആദിവാസികൾക്ക് വേണ്ടിയും പ്രത്യേക സംഘടനകളുണ്ട്. അപ്പോൾ ആ സംഘടന ഉണ്ടാകുന്നതിന് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട് എന്നുള്ള നിലക്കാണ്. അവർക്കെന്തോ പ്രശ്നം പരിഹരിക്കാനുണ്ടെന്നാണ്. ഞങ്ങളുടെ പ്രശ്നമൊക്കെ പരിഹരിച്ചു കഴിഞ്ഞു, ഇനി എന്തോ പ്രശ്നം അവർക്കുണ്ട് എന്നുള്ള നിലക്കാണ്. അങ്ങനെ അവർക്കൊരു പൗരത്വ പദവിയിൽ നിന്ന് ഒരു പ്രജാപദവിയിൽ മാത്രം നോക്കിക്കാണുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ഈ അവർക്കത് കൊടുത്താൽ മതി എന്ന് തീരുമാനിക്കുക പിന്നിലുള്ള ഒരു യുക്തി. അതിന് രാഷ്ട്രീയ പാർട്ടികളുടെ വീക്ഷണം മാത്രമല്ല, അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു സംഘശക്തിയായി ദളിതർക്ക് മാറാൻ കഴിയാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇങ്ങനെ രണ്ട് പാളിയായി നിൽക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് പാരസ്പര്യത്തിൽ നിൽക്കേണ്ടതാണ്. അധികാരത്തിലേക്ക് നേരിട്ട് ഇടപെടാനുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്, ഒരു തടസ്സം നിലനിൽക്കുന്നുണ്ട്. അതെ, എന്ന് പറഞ്ഞാൽ മാസിൻ്റെ പിന്തുണയില്ല. രാഷ്ട്രീയം പറയുന്നവർക്ക് മാസിൻ്റെ പിന്തുണയില്ല, മാസിൻ്റെ പിന്തുണയുള്ളവർക്ക് രാഷ്ട്രീയവുമില്ല. ഇത് വല്ലാത്തൊരു കെണിയായിട്ടാണ് ഈ സമൂഹം കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരമുണ്ടാകണമെങ്കിൽ ഒരു പാരസ്പര്യം ഇവർക്കിടയിൽ ഉണ്ടാവണം. ഈ ഈ രാഷ്ട്രീയ പ്രവർത്തകരും ഈ കമ്മ്യൂണിറ്റിയുടെ മാസ് ബേസുമായിട്ട് ഒരു പാരസ്പര്യം ഉണ്ടായാൽ മാത്രമേ ഇവർക്കും അതിജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇത് സംഭവിക്കാതിരുന്നത് കൊണ്ട് ഒരു സമ്മർദ്ദ ശക്തിയായി, ഒരു പൊളിറ്റിക്കലി എമേർജിങ് ഫോഴ്സായി രാഷ്ട്രീയ പാർട്ടികൾ കൺസിഡർ ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ സംവർഗമായി മാറാൻ ദളിതർക്ക് കഴിഞ്ഞില്ല.
ആ കഴിയാതിരുന്നത് കൊണ്ട് 14 സീറ്റ് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അതിനൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം കൽപ്പറ്റ മുനിസിപ്പാലിറ്റി ചെയർമാൻ ഒരു ആദിവാസിയായിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒരു ദലിത് സ്ത്രീയാണ്. അങ്ങനെ പല മേഖലകളിലും രണ്ട് മുന്നണികളും LDF ആകട്ടെ UDF ആകട്ടെ ദലിതരോ ആദിവാസികളോ ആയ ആളുകളെ ജനറൽ മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കാനും പദവികൾ കൊടുക്കാനും തയ്യാറായി എന്നുള്ളൊരു മാറ്റമായി തന്നെ കാണേണ്ടത്. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമായിട്ട് വേണം നമ്മൾ കേരളത്തിൻ്റെ ഹിസ്റ്ററിയിൽ അടയാളപ്പെടേണ്ടത്. കാരണം ഈ റിസർവേഷൻ മണ്ഡലത്തിന് പുറത്ത് അവരെ നിർത്തിയെന്ന് മാത്രമല്ല, അവരിൽ ബഹുഭൂരിപക്ഷം പേരും വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. ഇപ്പോൾ ബഹുഭൂരിപക്ഷം പേരും തോറ്റിരുന്നെങ്കിൽ നമുക്ക് പറയാം രാഷ്ട്രീയ പാർട്ടി എടുത്ത നിലപാട് ശരിയാണെന്ന്. ഇവിടെ തെളിഞ്ഞ കാര്യം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തൊരു വിഭാഗമാണ് ദളിതർന്നാണ്. അവർ ജനറൽ സീറ്റ് നിന്നാലും ജയിക്കും. അതെ, പക്ഷേ ജയിക്കില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ നേരത്തെ ഒരു സ്റ്റോറി ഉണ്ടാക്കി വെച്ചിട്ട്, അപ്പോൾ അവരുടെ ആ ധാരണ തെറ്റാണെന്നാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തെളിയിച്ചൊരു കാര്യം. രണ്ടാമത്തെ ഒരു സംഗതി, LDFും UDFും BJPയെ നമ്മൾ പരിഗണിക്കുന്നില്ല. അവർ അധികാരത്തിൽ വരാനൊരു സാധ്യതയില്ലാത്ത വിഭാഗമാണ്. മാത്രമല്ല അവർ ദളിതർക്ക് സീറ്റ് കൊടുക്കുന്നത് അവരെ രക്ഷിക്കാനാണെന്നുള്ള ഒരു സങ്കല്പവും എനിക്കില്ല. അപ്പോൾ LDFും UDFും ഈ ദളിത് സ്ഥാനാർത്ഥികളെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായിട്ട് നിർത്തുന്നു. അതിൽ നിന്ന് തെളിയുന്നൊരു കാര്യം ഇമ്മനൻ്റായിട്ട് അതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിഭാഗത്തെ ഏതാണ്ട് 35 ലക്ഷം പട്ടികജാതിക്കാർ, ഒരു ഏതാണ്ട് 4 ലക്ഷത്തോളം വരുന്ന ആദിവാസികളും, ഏതാണ്ട് 24-25 ലക്ഷം വരുന്ന ദലിത് ക്രൈസ്തവർ, ഒരു 1.5 ലക്ഷം വരുന്ന നിയോ ബുദ്ധിസ്റ്റുകൾ, ഇങ്ങനെ തുടങ്ങി ഒരു 60-65 ലക്ഷം വരുന്നൊരു വലിയ ജനസംഖ്യയാണ്. ഇവരെ ഒരു പൊളിറ്റിക്കൽ കാറ്റഗറിയായി കേരളം അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും രാഷ്ട്രീയമായ ഒരു സംഭവവികാസം എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ അതിൻ്റെ തുടർച്ച ഇനി ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതിനെ അവഗണിക്കാൻ ആർക്കും പറ്റില്ല. അത് തെളിഞ്ഞെന്ന് പറഞ്ഞാൽ ഇന്ന് വന്ന വാർത്ത പ്രകാരം നവോത്ഥാന മുന്നണിയുണ്ടോ സർക്കാരിൻ്റെ, നവോത്ഥാന മുന്നണിയിലൂടെ സമുദായ നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിക്കുന്നു. പേര് സഹിത വരുന്നത്. അപ്പോൾ ഇവരെ സ്വാധീനിക്കേണ്ട ആൾക്കാരാണെന്ന് തോന്നുന്നിടത്താണ് ഇതൊരു വികാസമാണെന്ന് ഞാൻ പറയുന്നത്. സമുദായ നേതാക്കന്മാരെ കണ്ട പ്രശ്നം പരിഹരിക്കായിരുന്നു. അതെ, ഇപ്പം അത് പറ്റില്ല. ഇതിപ്പോൾ അത് പറ്റില്ല. അപ്പോൾ ആ നിലക്ക് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻ്റായിട്ട് അതിൻ്റെ റിസൾട്ടാണ് CK ജാനുവിനെ പോലൊരു ലീഡറിനെ UDF അതൊരു വലിയ മാറ്റമല്ലേ ക്ഷണിതാവായി സ്വീകരിച്ചു. കല്ലറ സുകുമാരനെ പോലുള്ള ഒരാൾ വലിയ ബഹുജന പ്രസ്ഥാനമായിട്ടൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു, ILP പോലെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം BSPയിലേക്ക് ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഒരു വലിയ ഏതാണ്ട് എല്ലാ ജില്ലകളിലും പ്രദേശങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്ന പാർട്ടി. അന്ന് അദ്ദേഹത്തെ പോലുള്ള ഒരാൾ മുന്നണിയിൽ പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു മുന്നണിയും എടുത്തില്ല. ഇപ്പോൾ CK ജാനുവിനെ പോലുള്ള ഒരാളെ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് സ്വീകരിക്കാൻ UDF തയ്യാറായിരിക്കുന്നു. അതൊരു രാഷ്ട്രീയത്തിൽ വന്നൊരു മാറ്റമാണ്. തീർച്ചയായിട്ടും അത് വലിയൊരു വികാസവും മാറ്റവുമാണ്. അത് നമ്മൾ CK ജാനുവിൻ്റെ മാത്രമൊരു കാര്യമായിട്ട് എടുക്കേണ്ടതില്ല. ഈ ജനതയ്ക്ക് കിട്ടുന്ന പുതിയ പരിഗണനയുടെ ഒരു കാര്യമാണ് CK ജാനുവിലൂടെ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തി. അത് കേരളത്തിലെ ദളിത് നേതാക്കളോട് ചോദിച്ചിട്ടൊന്നുമല്ല നിർത്തിയത്, അത് നിർത്താൻ അവർ ബാധ്യസ്ഥരായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ CK ജാനുവിനെ പോലെ ഇൻ്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള ഒരാളെ ക്ഷണിതാവായി UDFിൽ ക്ഷണിതാവായി അവർ നിശ്ചയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദളിതർക്കും ആദിവാസികളെയും ഒരു പൊളിറ്റിക്കൽ കാറ്റഗറിയായി അംഗീകരിച്ചുകൊണ്ട് അക്കമഡേറ്റ് ചെയ്തേ പറ്റൂ എന്ന സന്ദേശമാണ് ചരിത്രത്തിൽ അവശേഷിച്ചിട്ടുള്ളത്. അപ്പോൾ CK ജാനുവോട് പോയാൽ ആദിവാസിക്കെല്ലാം ഭൂമി കൊടുക്കുമെന്നൊക്കെ ചോദിക്കുന്ന ഒരു മണ്ടൻ ചോദ്യമാണ്. അതല്ല അതിൻ്റെ കാര്യം. അത് അവർക്ക് സാധ്യമായ കാര്യം അവർ ചെയ്യും. അത്ര വാഗ്ദാനം അവർക്ക് പറയാൻ പറ്റത്തുള്ളൂ. അവർ പറഞ്ഞൊരു പ്രയോഗം വളരെ രസകരമായ പ്രയോഗം. അതായത് സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമരമായിരുന്നല്ലോ നേരത്തെ ചെയ്തിരുന്നത്, ആദിവാസികൾ ഭൂമിക്ക് വേണ്ടിയുള്ള സമരം. അദ്ദേഹം ഇതിലേക്ക് ചേരുന്നതിന് മുമ്പ് പറഞ്ഞത്
സെക്രട്ടേറിയറ്റിൻ്റെ അകത്തായിരിക്കും ഇനി സമരം എന്നൊരു പ്രയോഗം അവർ നടത്തിയിരുന്നു. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ അധികാരത്തിൻ്റെ ഭാഗമാകുന്നത് കുറ്റകൃത്യമാണെന്ന് വിചാരിക്കുന്നവർ ധാരാളമുള്ളൊരു സ്ഥലമാണ് കേരളം. അവരറിയേണ്ട ഒരു കാര്യം, ഈ സമരമെന്നത് തെരുവിൽ മാത്രം നടക്കുന്ന സംഭവമല്ല. അത് ഈ ഗ്രാംഷിയൊക്കെ വായിച്ചിട്ട് നമുക്ക് മനസ്സിലായി വാർ ഓഫ് പൊസിഷനാണ്, നിലപാടുകളുടെ യുദ്ധമാണ് നടക്കുന്നത്. ഗ്രാംഷി ഇവരൊക്കെ ഗ്രാംഷിയെയും വായിക്കും, വേറെ നിലപാടിൻ്റെ കാര്യമല്ല പറയുന്നത്, തെരുവിലെ യുദ്ധമാണ് പറയുന്നത്. ഞാൻ പറയുന്നത് CK ജാനു പറയുന്നത് ഇനി നമ്മൾ നിയമസഭയ്ക്കകത്ത് സമരം ആരംഭിക്കാൻ പോകുന്നു. അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ കേരളത്തിലെ 4 ലക്ഷത്തോളം വരുന്ന ആദിവാസികളെ ഈ പറഞ്ഞ 10-60 ലക്ഷത്തോളം വരുന്ന ദളിതരെന്നും പൊതുവിൽ വിളിക്കാവുന്ന ഈ വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സഭയ്ക്കകത്തും പുറത്തും യുദ്ധം ചെയ്യേണ്ടി വരും, സമരം ചെയ്യേണ്ടി വരും. ഇത് CK ജാനു UDFിലൂടെ അധികാരത്തിൽ വരുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ധാർമ്മികതയ്ക്കൊന്നും ഒരു പ്രാധാന്യമില്ല. ഞാൻ അങ്ങനെ തന്നെ വിചാരിക്കുന്ന ആളാണ്. അതിനകത്ത് യാതൊരു പ്രാധാന്യവുമില്ല. അത് അവർ ഈ അധികാരത്തിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമായിരിക്കുക, ആ സംവിധാനത്തിൻ്റെ പ്രൊസീജിയർ പരിഷ്കരിച്ച് ഈ ജനതയുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാക്കുക, അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തുക, അതിനുവേണ്ടി സഭയിൽ ശബ്ദമുയർത്തുക. ഈ ആദിവാസികളുടെ ഭൂമി 75-ൽ നിയമം റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ KR ഗൗരി മാത്രമാണ് അതിനോടൊരു എതിർപ്പ് പറയുന്നത്. ഇപ്പോൾ CK ജാനു ഉള്ള ഒരു നിയമസഭയിൽ ആദിവാസി വിരുദ്ധമായ ഒരു ബില്ല് വന്നാൽ ഞാൻ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും CK ജാനു ഉറപ്പായിട്ടും അതിനെതിരെ സഭയ്ക്കകത്ത് ശബ്ദം ഉയർത്തുന്നു. അതൊരു വലിയ ചരിത്ര സംഭവമാണെന്നേ, വലിയ ചരിത്ര സംഭവം. ഞാനങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. ഒരു ഡയറക്റ്റായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ചോദ്യത്തിലേക്ക് കടന്നാൽ, ഇപ്പം കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടത്, തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന് ശേഷം അടുത്ത ഏപ്രിലോ മെയ്യിലോ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ വേണം. ഇപ്പോൾ കേരളത്തിൽ 10 വർഷമായി 2 ടേമായി നിലനിൽക്കുന്ന ഒരു സർക്കാരാണുള്ളത്, പിണറായി വിജയൻ്റെ സർക്കാർ. ഈ സർക്കാർ അവർ വീണ്ടും 3ാം ടേമിലും അധികാരത്തിൽ വരും എന്നുള്ള തലത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. ഈ 10 വർഷത്തെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു? അതെ, ആദ്യത്തെ 5 വർഷത്തെ തെരഞ്ഞെടുപ്പ് ഭരണത്തിന് ശേഷം രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 2021 ഞാൻ കേരളത്തിലൊരു അഭിപ്രായം പറയും. പിണറായി വിജയൻ ഇനി ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയായാൽ കേരളത്തിലെ സ്ഥിതിയും കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥിതിയും വളരെ മോശമായി മാറും. അതുകൊണ്ട് അദ്ദേഹം പുറത്തു പോകേണ്ട, തുടർഭരണം അപകടമാണെന്നുള്ളത് അപകടമാണെന്ന് പറയും. ഈ തുടർഭരണ അപകടമാണെന്ന് പറയുന്നത് പിണറായി വിജയനെ മാത്രം ഉദ്ദേശിച്ച് പറയുന്നതല്ല. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഭരണാധികാരികൾ മാറി മാറി വരേണ്ടതുണ്ട്. അപ്പോൾ അന്ന് എന്നോടൊരു പ്രമുഖ വ്യക്തി ചോദിച്ചത്, പിണറായി വിജയൻ മാറിയിട്ട് BJP വരണം എന്നാണോ പറയുന്നത്? ഇങ്ങനെയുള്ള ഈ പാർലമെൻ്ററി പൊളിറ്റിക്സിൻ്റെ കേവല യുക്തികളല്ല. ഒരു സക്രിയമായ ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിക്കകത്ത് ഭരണാധികാരികൾ മാറി മാറി വരണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ നിയമം. ഒരു ഭരണാധികാരി മാത്രം തുടരുക എന്ന് പറയുന്നതിനകത്ത് അപകടമുണ്ടെന്ന് നമ്മൾ കാണണമല്ലോ. അപ്പം ഈ 10 വർഷത്തെ കണക്കെടുത്താൽ ഒരു കാര്യം വളരെ വ്യക്തമായും പറയാൻ പറ്റും. കേരളത്തിലെ സംഘടിത വിഭാഗങ്ങൾക്ക്, സാമ്പത്തിക ശക്തികളാവട്ടെ സാമുദായിക ശക്തികളാവട്ടെ, ഈ സംഘടിത വിഭാഗങ്ങൾക്ക് അനുകൂലമായ നിരവധിയായ നിയമനിർമ്മാണങ്ങൾ നടക്കുകയും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അദാനി മുതൽ ഇവിടെയുള്ള സമുദായ നേതാക്കൾ വരെ അതിൻ്റെ ഗുണഭോക്താക്കളാണ്. എന്നാൽ അനുകൂലമായി ഒരു തീരുമാനവും എടുക്കാത്ത, എന്നാൽ അടിയന്തര പ്രാധാന്യമുള്ള നിരവധി കാര്യങ്ങളെ വേണ്ടെന്ന് വെച്ചൊരു സർക്കാർ കൂടിയാണ് പിണറായിയുടെ സർക്കാർ. അതിൻ്റെ ഇരകളാവട്ടെ ആദിവാസികളും ദളിതരും ബാക്കിയുള്ള വിഭാഗങ്ങളുമാണ്. അപ്പോൾ ഈ ലൈഫ് പദ്ധതി എന്ന് പറഞ്ഞു, ഈ ലൈഫ് പദ്ധതി തന്നെ അപകടകരമായ ഒരു പദ്ധതിയാണ് എന്ന് നേരത്തെ തന്നെ വിമർശനമുണ്ട്. ഇവിടെ ഭൂമിയിലെന്നൊക്കെ വെറുതെ പറയുന്നതാണ്, അല്ലേ? വെറുതെ പറയുന്ന അതൊക്കെ
ഇവിടെ ഭൂമിയുണ്ട്. രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ടിന് 5 ലക്ഷം ഏക്കർ ഭൂമി ഒരു നിയമ തടസ്സവുമില്ലാതെ ഏറ്റെടുക്കാമെന്ന് പറയുന്നുണ്ട്. ഇതൊന്നും ഈ പറഞ്ഞ എറണാകുളം നഗരത്തിലെ ഭൂമിയല്ല. അല്ല. പുറത്തെ ആൾക്കാർക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഭൂമിയാണ്. അപ്പോൾ അതിലേക്കൊന്നും ഒരിക്കൽ പോലും കടന്നു ചെല്ലാതെ ഇവർക്ക് ഭൂമി വിതരണം ചെയ്യുന്നതിനോ ഇവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പം ഈ ഗ്രാൻഡ് ലഭിക്കാതെ എത്രയോ കുട്ടികളാണ് പഠനം ഉപേക്ഷിച്ച് പോകേണ്ടി വന്നിട്ട്. ഹോസ്റ്റൽ ഫീസ് സർക്കാർ കൊടുക്കുന്നില്ല എന്ന കാരണത്താൽ അപമാനിക്കപ്പെട്ട് ഹോസ്റ്റലിൽ നിന്ന് പുറത്ത് പോയവരുണ്ട്. ഇവരുടെ ജോലി എന്താണ്? ഈ കുട്ടികൾ പഠിക്കണ്ടേ? വിദേശത്ത് കുട്ടികളെ വിടാനായിട്ടൊരു സ്കീമുണ്ട്. തടസ്സങ്ങളാണ്. ആപ്ലിക്കൻ്റ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ തടസ്സങ്ങളാണ്. ഒരിക്കൽ പോലും സ്മൂത്തായി കിട്ടുന്നില്ല. ഇത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധാപൂർവമായ ബോധപൂർവമായ ഭരണ നടപടികൾ എടുക്കുന്നതിൽ വമ്പൻ പരാജയമാണ് പിണറായി സർക്കാർ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതല്ലാതെ തന്നെ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷനാണെന്ന് കാണുന്നുള്ളൂ. ഒരു ഭരണഘടന ഉത്തരവാദിത്വമാണ്. അതല്ലാതെ ഇവർ കൊടുക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന തരത്തിൽ സംഘടിത വിഭാഗങ്ങൾക്ക് അനുകൂലമായി തീരുമാനമെടുക്കും. ഈ വന്യജീവി സംഘർഷത്തിൽ ഏറ്റവും സമയം വെടിവെച്ച് കൊന്നോളാനൊക്കെ പറയുക. ഇത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ മനുഷ്യൻ അവൻ്റെ ജീവിതക്രമത്തെ ക്രമീകരിച്ച് ഈ കേരളത്തിലെ വന്യജീവികൾ മുഴുവൻ കൊന്നൊടുക്കുക എന്നുള്ളതല്ലല്ലോ. ഇവൻ്റെ ജീവിതത്തെ ഇവൻ ക്രമീകരിക്കണ്ടേ? ഈ കാട്ടിനകത്തായിട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ വിദഗ്ധ അഭിപ്രായമുള്ള നിരവധി മനുഷ്യരിവിടെ ഉണ്ടായിരിക്കുക. അവരോടൊന്നും ഒരു അഭിപ്രായം ചോദിക്കുന്നില്ല. കുടിയേറ്റക്കാരൻ്റെ രാഷ്ട്രീയ നേതൃത്വം പറയുന്നത് അന്നേരം അംഗീകരിച്ച് അടിയിൽ ഒപ്പിട്ട് കൊടുക്കുന്നൊരു സ്ഥിതി. ഈ സാമൂഹിക ക്ഷേമവും വികസനവും മുന്നോട്ട് വയ്ക്കുന്നൊരു സർക്കാർ എന്ന നിലയിലാണ് പിണറായി വിജയൻ സർക്കാരിനെ അവർ തന്നെ വിലയിരുത്തുന്നത്. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് എവിടെയാണെന്ന് ഇതുവരെ വിസിബിളല്ല. മൂന്നാമതൊരു പ്രധാന കാര്യം, ആഭ്യന്തര വകുപ്പ് ഭരിച്ചുകൊണ്ടിരുന്നത് പിണറായി വിജയനാണ്. ഇത്രയും പരാജയപ്പെട്ട ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായും പരാജയം. കഴിഞ്ഞ 1 വർഷത്തിനിടയ്ക്ക് 13 അട്രോസിറ്റീസ് കേസുകളാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്. എത്ര പേർ ശിക്ഷിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. 2 പേർ സസ്പെൻഡ് ചെയ്യപ്പെട്ടു, 2 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം. അപ്പോൾ ഏറ്റവും വേദനാകരമായൊരു കാര്യം, മറ്റേ ജാർഖണ്ഡ് നിന്നുള്ളൊരു തൊഴിലാളി, അദ്ദേഹം കൊല്ലപ്പെട്ടല്ലോ, അട്ടപ്പള്ളത്ത് പാലക്കാട് അട്ടപ്പള്ളത്ത് കൊല്ലപ്പെട്ട എൻ്റെ ബന്ധു അവിടെ ഉണ്ടായിരുന്നു. പ്രതികൾ മുഴുവൻ RSSകാരാണ് കേട്ടോ. അതാണ് വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം. ആ ബന്ധു വന്ന് തിരിച്ചറിഞ്ഞു. ആ ബോഡി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ പൊതുപ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, ദലിത് സമുദായ പ്രവർത്തകരൊക്കെ അവിടെ ചെന്നപ്പോൾ ഈ ബന്ധുവിനോട് 2800 രൂപ വാങ്ങിയാണ് ഈ ആംബുലൻസിൻ്റെ കടം പോലീസ് വീട്ടുന്നത്. എന്നിട്ട് 30,000 രൂപ ഉണ്ടാക്കിക്കൊണ്ട് വരണം, ബോഡി അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകൾ ചെയ്യാമെന്ന് പറയുകയാണ്. ഇതെന്തൊരു നാടാണ്? ഞാൻ പറയുന്നത്, ഇങ്ങനെ പോലീസ് അതിഭീകരമായ അതിക്രമം കാണിക്കുമ്പോൾ പിണറായി വിജയൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു പോലീസിൻ്റെ വീര്യം നശിപ്പിക്കാൻ തയ്യാറല്ല എന്നുള്ള പരമ്പരാഗത വാക്യമല്ലാതെ പോലീസ് സേനയിൽ വളരെ നിസ്സാരമായ ഒരു പരിഷ്കരണം പോലും നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. ഇങ്ങനെ ഏത് നിലക്ക് നോക്കിയാലും, ഇപ്പോൾ അദാനിയായിട്ടുള്ള ഇടപാടുകൾ, സാമ്പത്തിക മേഖലയിൽ നടത്തിയ ഇടപാടുകൾ നോക്കിയാൽ, പിന്നെ നിരവധിയായ ഈ ഭരണത്തെ പിണറായി വിജയൻ കൊള്ള നടത്തിയെന്നൊന്നും അഭിപ്രായം എനിക്കില്ല. കൊള്ള നടത്തിയെന്ന് ഞാൻ എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രി കൊള്ളക്കാരനാണെന്ന് വിചാരിക്കുന്ന ആളല്ല ഞാൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങളെയോ അദ്ദേഹത്തിൻ്റെ ഓഫീസിനെയോ ദുരുപയോഗം ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലക്ക് അദ്ദേഹം പരാജിതനാണെന്നാണ് തെളിഞ്ഞിട്ടുള്ളത്. ഞാൻ വിചാരിക്കുന്നില്ല തുടർഭരണം സാധ്യമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തുടർഭരണം ഇനി ഉണ്ടായാൽ അത് കൂടുതൽ ഇന്ന് വന്നൊരു വാർത്ത,
ഈ പഞ്ചായത്തിലെ ടെക്നിക്കൽ സ്റ്റാഫ് 900 പേരുടെ ഒരു കേസാണ്. CITയുടെ നേതാവ് ഇളമരം കരീം സർക്കാരിന് കൊടുത്തൊരു നിർദ്ദേശം, ഈ 900 പേരിൽ 826 പേരോ അങ്ങനെ എന്തോ കൃത്യകണക്കാണ്. റിയാസാണോ കൊടുത്തത്? അല്ലല്ല, അത് അവരുടെ സ്റ്റാഫ് യൂണിയൻ യൂണിയൻ കൊടുത്ത 826 പേർ ദേശാഭിമാനിയുടെ വരിക്കാരും പാർട്ടിക്കാരുമാണ്. അവരെ സ്ഥിരപ്പെടുത്തണം അതാണ് ആവശ്യം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ കേരളത്തിൽ എന്നാ സംഭവിക്കുന്നത്? വേണേ പിണറായിയെ കാണുമ്പം പറഞ്ഞോട്ടെന്ന്, നമ്മുടെ പാർട്ടിയുടെയൊക്കെ ഭാഗമായി നിൽക്കുന്നവരാണ് പലരും. അപ്പോൾ അതൊന്ന് അനുകൂലമായി പരിഗണിക്കണം. ഇതൊക്കെ എല്ലാവരും പറയാറുണ്ട്, ചെയ്യാറുമുണ്ട്. ഇത് നിവേദനത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത് ദേശാഭിമാനിയുടെ വരിക്കാരനായാൽ ജോലി കിട്ടുമെന്നുള്ള സ്ഥിതിയാണ് കേരളത്തിലുള്ളത്. എന്തൊരു വിചിത്രമായ നാടാത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ പുരോഗമനകാരികളെന്ന് പറയുന്ന സാംസ്കാരിക പ്രതിപക്ഷം എന്നൊക്കെ പറയുന്നവർ പറഞ്ഞു നടക്കുന്നതിലൊരു യഥാർത്ഥത്തിലൊരു ചതിയുണ്ട്. ഇതെന്തോ ക്വാളിറ്റേറ്റീവ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇടതുപക്ഷമെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നില്ല ഇവിടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഓക്കെ, നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. ശ്രീ സണ്ണി എം കവിക്കാട് സാമൂഹികവും രാഷ്ട്രീയവുമായ മേഖലകളെക്കുറിച്ച് വളരെ വിശദമായി അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അഭിപ്രായങ്ങളും നമ്മളോട് പങ്കുവച്ചു. നന്ദി ശ്രീ സണ്ണി.